കണ്ണിലെ കോർണിയയിൽ ധ്രുവപടലം എന്ന പുതിയ നേത്രപടലം കണ്ടെത്തിയ ഇന്ത്യൻ പ്രൊഫസർ. കണ്ണിലെ കോർണിയയിൽ ധ്രുവപടലം എന്ന പുതിയ നേത്രപടലം കണ്ടെത്തിയ ഇന്ത്യൻ പ്രൊഫസർ. ഇവിടെ ഉത്തരം ആരാണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഹർമിന്ദർ ദുവ. ഹർമിന്ദർ ദുവയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഗതിനിർണയ ഉപഗ്രഹം IRNSS 1A വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ്? ഓക്കെ, ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി. ഏതാണ്? PSLV C-22. PSLV C-22 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഏതാണ്? ആയി രാജവംശമാണ്. അപ്പൊ ചോദ്യം മറക്കലും ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ചോദിച്ചാൽ ഏതാണ്? ആയി രാജവംശമാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കേ. സ്ത്രീകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിൽ നടന്ന സമരം. സ്ത്രീകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിൽ നടന്ന സമരം ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി. ഏതാണ്? തോൽ വിറക് സമരം. ഓപ്ഷൻ ബി ഏതാണ്? തോൽ വിറക് സമരമാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, ചരിത്ര പ്രസിദ്ധമായ മേൽമുണ്ട് സമരം അരങ്ങേറിയത് ആരുടെ നേതൃത്വത്തിൽ? ചരിത്ര പ്രസിദ്ധമായ മേൽമുണ്ട് സമരം അരങ്ങേറിയത് ആരുടെ നേതൃത്വത്തിൽ? അപ്പോൾ ഉത്തരം ആരാണ് ഇവിടെ? ഉത്തരം വരുന്ന ആരാണ്? ഓപ്ഷൻ സി. വൈകുണ്ഠസ്വാമിയാണ്. ഉത്തരം ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് ഉത്തരമായിട്ട് വരുന്നത്. മറക്കല്ലും ഏതാ? മേൽമുണ്ട് സമരം. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ആസാദ് ഹിന്ദ് ഫൗജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകൃതമായത്. ആസാദ് ഹിന്ദ് ഫൗജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകൃതമായത്. അപ്പം എന്നാ അതിനകത്ത് ഏതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം എന്നാ? 1942 സെപ്റ്റംബർ 1. അപ്പൊ ഓപ്ഷൻ എ 1942 സെപ്റ്റംബർ 1 ഏതാ? ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെ. അപ്പൊ എന്നാ 1942 സെപ്റ്റംബർ 1. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ബഹിഷ്കൃത ഹിതകാരണി സഭയുടെ സ്ഥാപകൻ. ബഹിഷ്കൃത ഹിതകാരണി സഭയുടെ സ്ഥാപകൻ ആര്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണല്ലേ. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഏത്? ബഹിഷ്കൃത ഹിതകാരണി സഭയുടെ സ്ഥാപകൻ ചോദിച്ചാൽ ഉത്തരമാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട. ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഏതാണ്? വുഡ്സ് ഡിസ്പാച്ച് ആണ്. ഉത്തരം ഏതാണ്? വുഡ്സ് ഡിസ്പാച്ച്. എന്താ ചോദ്യം? ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട ചോദിച്ചാൽ ഉത്തരം ഏതാണ്? വുഡ്സ് ഡിസ്പാച്ച്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. നോക്കേ, വാട്ടർ ഗേറ്റ് സംഭവം നടന്ന വർഷം. വാട്ടർ ഗേറ്റ് സംഭവം നടന്ന വർഷം ചോദിച്ചാൽ എന്നാ ഉത്തരം? ഓപ്ഷൻ എ 1972 എന്നാണ്. 1972 ഏത്? വാട്ടർ ഗേറ്റ് സംഭവം. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ദൂരദർശന്റെ മുദ്രാവാക്യം? നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന അല്ലെ ഒരു ചാനലാണ് ഏത്? ഈ ദൂരദർശൻ എന്ന് പറയുന്നത്. അപ്പൊ താഴെ പറയുന്നവയില് ഏതാണ് ദൂരദർശന്റെ മുദ്രാവാക്യം എന്ന് ചോദിച്ചാൽ ഏതാണ്? സത്യം ശിവം സുന്ദരം. ഓപ്ഷൻ ബി. ഏതാണ്? സത്യം ശിവം സുന്ദരമാണ് ഏത്? ദൂരദർശന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നർമ്മദ ബച്ചാവോ ആന്തോളനവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക. നർമ്മദ ബച്ചാവോ ആന്തോളനവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഇവിടെ ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? നോക്കിയേ, ഓപ്ഷൻ സി. ഏതാ? മേധാ പട്കർ ആണ്. ആരാണ്? ഓപ്ഷൻ സി. ആരാണ്? മേധാ പട്കർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദാസിയാട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം. ദാസിയാട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാ ഉത്തരം? ഉത്തരം ഏതാണ്? ഭരതനാട്യമാണ്. ഓപ്ഷൻ എ. ഏതാണ്? ഭരതനാട്യമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം.
താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ശതമാനം ജലസേചനം ആവശ്യമുള്ളത് ഏത് കൃഷി ചെയ്യുന്നതിനാണ്? താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ശതമാനം ജലസേചനം ആവശ്യമുള്ളത് ഏത് കൃഷി ചെയ്യുന്നതിനാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഏതായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി. ഏതാ? കരിമ്പാണ്. ഓപ്ഷൻ ബി ഏതാണ്? കരിമ്പാണ്. അപ്പോ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ജംബോ പാസഞ്ചർ ട്രെയിൻ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ജംബോ പാസഞ്ചർ ട്രെയിൻ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി. ഏതാണ്? തമിഴ്നാട് എക്സ്പ്രസ്. ഏതാണ്? തമിഴ്നാട് എക്സ്പ്രസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ്? ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത്. അപ്പൊ ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന ആരെയാണ്? ദേവിക റാണിയാണ്. ഉത്തരം ഓപ്ഷൻ സി. ആരാണ്? ദേവിക റാണിയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കേ. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നതെന്ന? ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്നായിരിക്കും അത്? 1975. ഓപ്ഷൻ ഡി 1975 ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് ആര്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് അറിയപ്പെടുന്നത് ആരെ എന്ന് ചോദിച്ചാൽ അത് ആരെയാണ്? ഓപ്ഷൻ ബി. ആരാ? നെപ്പോളിയൻ. എങ്ങനെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരെ എന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്? നെപ്പോളിയൻ ആണ്. ആരാണ്? നെപ്പോളിയൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ചോദ്യം ശ്രദ്ധിച്ചോണേ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്? ഉത്തരം ഓപ്ഷൻ സി. ആരാണ്? നോർമൻ ബോർലാഗ്. നോർമൻ ബോർലാഗ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ചോദ്യം മറക്കലും. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലാഗ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണ്ണാഭരണം അണിയുന്നതിനുമുള്ള അവകാശത്തിനായി സമരം നടത്തിയത്? അവർണ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുവാനും അല്ലെ അതുപോലെ സ്വർണ്ണാഭരണം അണിയുന്നതിനുമുള്ള അവകാശത്തിനായിട്ട് സമരം നടത്തിയതാരെന്ന് ചോദിച്ചാൽ ഇവിടെ ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ. ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നമ്മൾ മുക്കുത്തി സമരമൊക്കെ നമുക്കറിയാലോ, സ്വർണം ധരിക്കുന്ന ഇവിടെ പറയുന്നല്ലേ. അപ്പൊ മുക്കുത്തി സമരമൊക്കെ നമുക്കറിയാം. ഇവിടെ ആരാണ് ഉത്തരം? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം? കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ചോദിച്ചാൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അത് ക്ഷേത്ര പ്രവേശന വിളംബരം അല്ലെ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ഏതാണ്? ക്ഷേത്ര പ്രവേശന വിളംബരമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവരിൽ ആരാണ് ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്തത്? താഴെ പറയുന്നവരിൽ ആരാണ് ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ സി കൃഷ്ണൻ നായർ. ആരാണ്? ഓപ്ഷൻ എ സി കൃഷ്ണൻ നായർ. അപ്പൊ ഗാന്ധിയോടൊപ്പം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് എത്ര മലയാളികളെന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്? എത്ര പേരാണ്? 4 പേരാണ്. എത്ര പേരാണ്? 4 പേരാണ് പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പോ അതാരൊക്കെയാണ്? ശങ്കർജി ടൈറ്റസ്, രാഘവ പൊതുവാൾ, സി കൃഷ്ണൻ. ആരൊക്കെയാണ്? ശങ്കർജി ടൈറ്റസ്, രാഘവ പൊതുവാൾ, സി കൃഷ്ണൻ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. നോക്കേ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാവ്? പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? AKG അല്ലെ. ആരാണ്? AK ഗോപാലനാണ്. എങ്ങനെയാണ്? പാവങ്ങളുടെ പടത്തലവൻ ആരാണ്? അത് AKG ആണ്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് സംഘടനയാണ് നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനത്തിനായി നിലവിൽ വന്നത്? താഴെ പറയുന്നവയിലെ ഏത് സംഘടനയാണ് നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനത്തിനായിട്ട് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഇവിടെ? ഉത്തരം ഓപ്ഷൻ ബി. ഏതാണ്? യോഗക്ഷേമ സഭയാണ്. ഏതാണ്? യോഗക്ഷേമ സഭയാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തിരുവിതാംകൂറിൽ നിലവിലിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതാര്? തിരുവിതാംകൂറിൽ നിലവിലിരുന്ന ദേവദാസി സമ്പ്രദായം. ഓക്കെ, അപ്പൊ ഏത് സമ്പ്രദായമാണ് ചോദിച്ചിരിക്കുന്നത്? തിരുവിതാംകൂറിൽ നിലവിലിരുന്ന ദേവദാസി സമ്പ്രദായം അത് നിർത്തലാക്കിയതാരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി. ആരാണ്? സേതുലക്ഷ്മി ബായി ആണ്. ആരാണ്? സേതുലക്ഷ്മി ബായി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം 1921 ആദ്യമായി നടന്നത് എവിടെയാണ്?
കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം 921 ആദ്യമായി നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഓപ്ഷൻ സി. എവിടെയാ? ഒറ്റപ്പാലം. എവിടെയാണ്? ഒറ്റപ്പാലമാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. പാർലമെന്റ് അംഗമായ ആദ്യ മലയാളി വനിത. പാർലമെന്റ് അംഗമായ ആദ്യ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ഓപ്ഷൻ ഡി. ആനി മസ്ക്രീൻ ആണ്. ആരാണ്? ആനി മസ്ക്രീൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത്. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത്. അപ്പൊ എങ്ങനെ? ചോദ്യം എങ്ങനെയാണ്? ഇലക്ട്രോണിക്സിലെ എങ്ങനെ അത്ഭുത ശിശു? എങ്ങനെയാണ് അത്ഭുത ശിശു? അപ്പൊ ഇത് എന്തിനാണ് ഉത്തരമായിട്ട് ഇവിടെ വരുന്നത്? ഉത്തരം ഏതാ? ഓപ്ഷൻ ബി. ഏതാണ്? ട്രാൻസിസ്റ്റർ ആണ്. ഏതാണ്? ട്രാൻസിസ്റ്റർ ആണ് എങ്ങനെ അറിയപ്പെടുന്നത്? ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നതിനെയാണ് ട്രാൻസിസ്റ്റർ ആണ് അറിയപ്പെടുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഫോസിൽ ഇന്ധനമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഫോസിൽ ഇന്ധനമല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് വിറകാണ്. ഉത്തരം ഏതാണ്? വിറകാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഡാഷാണ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഡാഷാണ് അല്ലെ? അപ്പൊ എന്താ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത്? പ്രകാശം. അപ്പൊ ഏതാ? ഓപ്ഷൻ ഡി. ഏതാണ്? ശൂന്യതയിലാണ് അല്ലെ? അപ്പൊ ഏതാണ്? ശൂന്യതയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കേ. ശബ്ദം ഉപയോഗിച്ച് ദൂരമളക്കുന്ന ഉപകരണം. ശബ്ദം ഉപയോഗിച്ച് ദൂരമളക്കുന്ന ഉപകരണം അല്ലെ? അപ്പൊ ഇവിടെ ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ. ഏതാണ്? സോണാർ ആണ്. ഓപ്ഷൻ എ. സോണാർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കേ. മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്ന ലോഹമേത്? മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്ന ലോഹമേത് എന്ന് ചോദിച്ചാൽ ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി. ഏതാ? സോഡിയം ആണ് അല്ലെ? മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഏതാണ്? അത് സോഡിയം ആണ്. ഓക്കെ, അടുത്ത് നോക്കേ. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്തിനെയാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. എങ്ങനെ? ചോദ്യം എങ്ങനെയാണ്? രാസവസ്തുക്കളുടെ രാജാവ് അല്ലെ? എങ്ങനെയാണ്? രാസവസ്തുക്കളുടെ രാജാവ് ഏതാണ്? അത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കേ. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണുന്ന മൂലകം. ഭൂമിയുടെ ഉപരിതലത്തില് ഏറ്റവും കൂടുതൽ അളവിൽ കാണുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി. ഏതാ? ഓക്സിജൻ ആണ്. ഏതാണ്? ഓക്സിജൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. വസ്തുക്കളുടെ അപൂർണ ജ്വലനം മൂലം ഉണ്ടാകുന്ന വാതകം. വസ്തുക്കളുടെ അപൂർണ ജ്വലനം മൂലം ഉണ്ടാകുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? ഓപ്ഷൻ എ. ഏതാണ്? കാർബൺ മോണോക്സൈഡ്. ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? വസ്തുക്കളുടെ അപൂർണ ജ്വലനം മൂലം ഉണ്ടാകുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലകം. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലകം ഏതെങ്ങനെ? ചോദ്യം എങ്ങനെയാണ്? ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലകം ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഇവിടെ വരുന്നത്? ബ്രോമിൻ ആണ്. ഓപ്ഷൻ ബി. ഏതാണ്? ബ്രോമിൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കേ. ചിരിപ്പിക്കുന്ന വാതകം ഏത്? ചിരിപ്പിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ തിരിഞ്ഞു പോകലും ഇവിടെ നൈട്രിക് ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട്, നൈട്രസ് ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട്. ചോദ്യം എങ്ങനെയാണ്? ചിരിപ്പിക്കുന്ന വാതകം. അപ്പൊ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി. ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ്. ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ്. ഓക്കെ, ചോദ്യങ്ങൾ ഓപ്ഷൻസ് ശ്രദ്ധിക്കണം. ഇത്തരത്തിലൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാം. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളുടെ പട്ടിക. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളുടെ പട്ടിക അല്ലെ? അപ്പൊ ഏതായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്ക് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കേ. ഇലകളിൽ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണവസ്തു. ഇലകളില് മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണവസ്തു. അപ്പൊ ഏതായിരിക്കും ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി. ഏതാണ്? സാന്തോഫിൽ ആണ്. ഏതാണ്? സാന്തോഫിൽ. ചോദ്യം എങ്ങനെയാണ്? ഇലകളിലെ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണവസ്തു. ഉത്തരം ഏതാണ്? സാന്തോഫിൽ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ,